പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 19 ബുധനാഴ്ച. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിലെടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു കാര്യം പോലും നാം മറന്നു പോയിട്ടുണ്ടോ? ചില അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നാം സന്തോഷിക്കും. പ്രശ്നം മാറുമ്പോൾ ആശ്വാസം ഉണ്ടാകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നന്ദി പറയും. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ ദൈവം നമ്മെ എങ്ങനെ നടത്തിയെന്ന് തന്നെ നാം മറന്നു പോവുകയാണ്. ഇന്നത്തെ വചനം നമ്മെ അതിൽ നിന്ന് ഉണർത്തുകയാണ്. ദൈവം ഇസ്രായേലിനോട് കല്ലുകൾ എടുത്തു വെക്കാൻ കൽപ്പിക്കും. അതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു: ഈ കല്ലുകൾ നിങ്ങളുടെ ഇടയിൽ എന്തിനാണ് എന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറക്കാതെ ഇരിക്കുവാൻ ഓർമ്മയുടെ അടയാളങ്ങൾ നമുക്ക് വേണം എന്ന്. ഇസ്രായേൽ യോർദാൻ നദി കടന്നത് ഒരു സാധാരണ യാത്രയായിരുന്നില്ല. അവർക്ക് കടക്കാൻ കഴിയാത്തതുപോലെ തോന്നിയ നദിയുടെ നടുവിൽ ദൈവം വഴി തുറന്നു കൊടുത്തു. അവർ മറുകരയിലെത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ആ അനുഭവം മറന്നു പോകരുത്, കല്ലുകൾ എടുത്തു വയ്ക്കുക. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഓർമ്മ ദുർബലമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരിക്കലും മറക്കാൻ പാടില്ല. ബൈബിളിൽ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായിലും ശേനിലും ഇടയിൽ സ്ഥാപിച്ച് അതിന് എബനേസർ എന്ന് പേരിട്ടു. അവൻ പറഞ്ഞു, ഇതുവരെ യഹോവ സഹായിച്ചു. ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞില്ല ഞാനാണ് ഇതുവരെ വിജയിച്ചത്, നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് എന്നവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, യഹോവ നമ്മെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില എബനേസർ നിമിഷങ്ങളുണ്ട്. ഒരിക്കൽ ചില പ്രതിസന്ധികൾ നമുക്കുണ്ടാകും. നാം കരുതി ഇനി എന്ത് ചെയ്യും? പക്ഷെ ദൈവം അവിടെ വഴി തുറന്നില്ലേ? രോഗം, ഭയം നമ്മെ വളഞ്ഞില്ലേ? പക്ഷെ ദൈവം അവിടെയൊക്കെ താങ്ങിയില്ലേ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണാനായിട്ട് സാധിക്കാത്ത ഒരനുഭവം ഉണ്ടായിട്ടില്ലേ? പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി, അന്ന് നാം ഒറ്റയ്ക്കായിരുന്നില്ല, ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, നമ്മെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് നിൽക്കാം, നമ്മുടെ ഹൃദയത്തോട് ഒരു ചോദ്യം ചോദിക്കാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ടോ? അതോ മറന്നുപോയോ? നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം മാത്രം എഴുതി വയ്ക്കുക. ഇവിടെ ദൈവം എന്നെ സഹായിച്ചു, അതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുക. സാധ്യമെങ്കിൽ നമ്മുടെ മക്കളോടോ കുടുംബത്തോടോ പങ്കുവെക്കുക. കാരണം നമ്മുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം അവസാനിക്കരുത്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ചരിത്രം അടുത്ത തലമുറയിലേക്കും പോകണം. നമ്മുടെ ജീവിതത്തിൽ ചില കല്ലുകൾ ഉണ്ടാകാം. ആ കല്ലുകൾ നമ്മെ ഓർമ്മകളിലേക്കാണ് നയിക്കുന്നത്. ഇവിടെ ദൈവം വഴി തുറക്കുന്നു. ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ താങ്ങി. ഇന്ന് നാം പിന്നിലേക്ക് നോക്കുമ്പോൾ പരാജയങ്ങൾ മാത്രം കാണരുത്. ദൈവത്തിൻ്റെ വിശ്വസ്തത കാണുവാൻ നമുക്ക് കല്ലുകൾ ഇടയാക്കി തരിക. ഓർക്കുക, നാം മറന്നാലും ദൈവം നമ്മെ മറന്നിട്ടില്ല. പക്ഷെ ദൈവം ചെയ്തതിനെ നാം മറക്കരുത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ദൈവം ചെയ്ത ഒരു കാര്യം ഓർക്കും, അതിന് നന്ദി പറയും, മറ്റൊരാളോട് പറയുകയും ചെയ്യും എന്ന് തീരുമാനിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ചെയ്ത നന്മകൾ മറന്നു പോകാതെ ഇരിപ്പാൻ എന്നെ സഹായിക്കണം. പ്രതിസന്ധികളിൽ നീ തുറന്ന വഴികളും കണ്ണുനീരിൽ നീ നൽകിയ ആശ്വാസവും പ്രാർത്ഥനകൾക്ക് നീ നൽകിയ ഉത്തരങ്ങളും ഞാൻ ഓർക്കട്ടെ. എൻ്റെ കുടുംബത്തിനും അടുത്ത തലമുറയ്ക്കും നിൻ്റെ നന്മയുടെ കഥ പറയുവാൻ എന്നെ ഉപയോഗിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.